ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന് ഈ ഒരു വെലോസിറ്റി അടിച്ച് നമുക്ക് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അലൈറ്റ് മോഷൻ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസും CCയും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സ്ലോമോ നോക്കണം. സോ അതിനെ നമുക്ക് capcut ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ദെൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് വീഡിയോ ആണ് നമ്മൾ വെലോസിറ്റി ആക്കാൻ നോക്കുന്നത്, സോ ആ ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് എവിടെ നിന്നിട്ടാണ് ആ ഒരു സ്ലോമോ വേണ്ടത്, സോ ആ ഒരു ട്രാൻസിഷൻ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഡ്യൂറേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ ഞാനിവിടെ എത്ര എടുക്കണുള്ളൂ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് കൊടുത്ത് ഇത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോമോ ആക്കാം. സോ ഒരു 50 ഈ ഒരു 5 ആക്കി കൊടുത്തിട്ട് ഈ ഒരു സ്മൂത്ത് ബെറ്റർ ആക്കി കൊടുക്കാം. സോ ഒരു ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കാം. ദെൻ ലോഡ് ആവുന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ജസ്റ്റ് ബാക്ക് അടിച്ച് ഈ ഒരു എക്സ്പോർട്ട് എന്നുള്ളടത്ത് ഫുള്ളാക്കി കൊടുക്കാം. ദെൻ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. സോ എക്സ്പോർട്ട് ആവുന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്ക് അലൈറ്റ് മോഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ദെൻ നമുക്കിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്കാണ് എഫക്റ്റ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. സോ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഒരു സോങ് ആഡ് ചെയ്യേണ്ട വീഡിയോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുത്ത് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക. സോ അപ്പോൾ അവിടെ നമ്മുടെ സോങ് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാനിവിടെ കോപ്പിറൈറ്റ് വരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോങ് ഡിസേബിൾ ആക്കാണ്. ദെൻ നമുക്ക് ഇതിലേക്ക് എഫക്റ്റുകൾ എങ്ങനെയാണ് ആഡ് ആക്കുക എന്നുള്ളത് കാണിച്ചു തരാം. സോ അതിനെ നമ്മുടെ ആ ഒരു സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കുറച്ച് ബീറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ബീറ്റിലായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ ഇവിടെ. സോ നിങ്ങളുടെ ആ ഒരു ബീറ്റിനനുസരിച്ച് എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആഡ് എഫക്റ്റ് കൊടുക്കാം. ഈ ഒരു ടൈൽസ് എഫക്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് എനേബിൾ ചെയ്യുക. ജസ്റ്റ് ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. നമുക്ക് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ആംഗിളിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ദെൻ നമ്മുടെ ഫ്രീക്വൻസിയുടെ വാല്യൂ 1 ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ഉണ്ട്. സോ അത് നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 200 പ്ലസ് ആക്കി കൊടുക്കാം. സോ ഒരു 273 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനുള്ള എഫക്റ്റാണ് പിഞ്ച് ബൾജ്. സോ ഒരു പിഞ്ച് ബൾജിൽ നമുക്ക് സൂമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത്ത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കാം. ദെൻ അടിയിലുള്ള റെഡ്യൂസും ഫുള്ളാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സൂമിൻ്റെ ഈ ഒരു കീ ഫ്രെയിം ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബാക്ക് അടിച്ച എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് അതിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ഈ ഒരു സ്വിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫ്രീക്വൻസി വാല്യൂ 4 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു ആംഗിൾ 1 നമുക്ക് -2 ആക്കി കൊടുക്കാം. -2.0 ആക്കി
കൊടുക്കുക. ദെൻ ഈ ഒരു ആംഗിൾ 2 പ്ലസ് 2.0 ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. ഓക്കെ, നമ്മുടെ ഷെയ്ക്ക് ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. പിന്നെ അത് ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കാം. ഫുള്ളാക്കി കൊടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോകാം. ദെൻ സെൻറ്ററിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ആഡ് എഫക്റ്റ് പോവാം. ആഡ് എഫക്റ്റ് പോയിട്ട് നമുക്ക് ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഗോഷൻ ബ്ലർ ആഡ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു കീ ഫ്രെയിം കൊണ്ടുപോയിട്ട് സെൻട്രലായിട്ട് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ഗ്രാഫ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പിഞ്ച് ബൾജ് എന്നുള്ള പിന്നെയും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ട്രെങ്ത്തും റെഡ്യൂസും ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ സ്ട്രെങ്ത്ത് ഒന്ന് 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. സോ ഈ ഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കണം, 4ാമത് കിടക്കണ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അടിയിലുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ട ഈ ഒരു ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വെലോസിറ്റി ഷേക്ക് കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെലോസിറ്റി എഡിറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഗ്രാഫൊക്കെ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്മൂത്തായി കൊടുത്താൽ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് സ്മൂത്തായി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.